ഇന്ത്യൻ മാരേജ് ആക്ടിൻ്റെ സൗകര്യങ്ങളും ശരിയാത്തിൻ്റെ അസൗകര്യങ്ങളും. എം അക്ബർ എഴുതുന്ന ലേഖനത്തിൻ്റെ 2ാം ഭാഗം. ശബ്ദം താഹിർ അബ്ദുൽ ഖാദർ. ശരിയാത്ത് നിയമത്തെ നിഷേധിക്കുകയും ഇന്ത്യൻ മാരേജ് ആക്ടും ഹിന്ദു സക്സഷൻ ആക്ടുമെല്ലാം സ്വീകരിക്കുകയും ചെയ്യുന്നവർക്ക് ലഭിക്കുന്ന നിരവധി സൗകര്യങ്ങളുണ്ട്. വിശ്വാസികൾ ആ സൗകര്യങ്ങൾ വേണ്ട എന്ന് വെക്കുന്നത് അള്ളാഹുവും അവൻ്റെ ദൂതനും വെറുത്തവയാണ് അവ എന്നതുകൊണ്ടാണ്. ശരിയാത്തിൻ്റെ വരുതിയിൽ നിന്ന് പുറത്തു കടക്കാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള സൗകര്യങ്ങളെ ഇങ്ങനെ സംക്ഷേപിക്കാം. 1. ഹിന്ദു സക്സഷൻ ആക്ട് പ്രകാരം ഒരാൾക്ക് മറ്റൊരാളുടെ അനന്തരസ്വത്ത് ലഭിക്കുന്നത് അയാളുടെ ഔദാര്യം കൊണ്ടാണ്. തൻ്റെ സ്വത്ത് താൻ ആഗ്രഹിക്കുന്നവർക്ക് മാത്രമായി അനന്തരമായി നൽകാൻ അത് പൗരനെ അനുവദിക്കുന്നു. തൻ്റെ ഇഷ്ടക്കാർക്കായി നൽകിയ ശേഷം വല്ലതും ബാക്കി വെക്കാൻ അയാൾ ഔദാര്യം കാണിച്ചാൽ മാത്രമേ അതിൽ നിന്നും അയാളുടെ പിൻഗാമികൾക്ക് വല്ലതും ലഭിക്കുകയുള്ളൂ. അനന്തര സ്വത്ത് ലഭിക്കുക എന്നത് ഓരോരുത്തരുടെയും അവകാശമായാണ് ശരിയാത്ത് കാണുന്നത്. ജന്മം വഴിയോ വൈവാഹിക ബന്ധം വഴിയോ വന്നുഭവിക്കുന്ന ഈ അവകാശത്തെ തടയാൻ ആർക്കും കഴിയില്ല. താൻ സമ്പാദിച്ച സ്വത്താണെങ്കിലും അനന്തരാവകാശമായി തനിക്ക് ലഭിച്ച സ്വത്താണെങ്കിലും ഒരാൾ മരണപ്പെടുമ്പോൾ അയാളുടെ കൈവശമുള്ള സ്വത്തിൻ്റെ 2/3 ഭാഗത്തിനും നിർണയിക്കപ്പെട്ട കൃത്യമായ അവകാശികളുണ്ട്. അത് ലഭിക്കുക അവരുടെ അവകാശമാണ്. 2. ഒരാളുടെ സ്വത്ത് മുഴുവനായും അയാൾക്കിഷ്ടപ്പെട്ടവർക്ക് മാത്രമായി അയാളുടെ മരണശേഷം ലഭിക്കുന്ന രൂപത്തിൽ ഒസ്യത്ത് ചെയ്യാൻ ഹിന്ദു സക്സഷൻ ആക്ട് അവകാശം നൽകുന്നു. മാതാപിതാക്കൾക്കോ ഭാര്യാഭർത്താക്കന്മാർക്കോ മക്കൾക്കോ ഒന്നും ലഭിക്കാത്ത രൂപത്തിലുള്ളതാണ് ഒസ്യത്തെങ്കിൽ പോലും ഒസ്യത്ത് പ്രകാരമാണ് സ്വത്ത് വീതിക്കപ്പെടുക. അതേസമയം ഒരാൾക്ക് തൻ്റെ സ്വത്തിൻ്റെ 1/3 മാത്രമേ ഒസ്യത്തായി നൽകാൻ ഇസ്ലാമിക ശരിയാത്ത് അനുവദിക്കുന്നുള്ളൂ. ബാക്കി അനന്തരാവകാശികൾക്ക് നിർബന്ധമായും ലഭിക്കണം എന്നാണ് ശരിയാത്ത് നിയമം. 3. സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം വിവാഹിതനാവുന്ന പുരുഷന് ഒരേ സമയം ഒരു ഭാര്യയെ മാത്രമേ വെച്ചുകൊണ്ടിരിക്കാൻ കഴിയൂ. എന്നാൽ അയാൾക്ക് എത്ര കാമുകിമാരുമായും ബന്ധം സ്ഥാപിക്കാവുന്നതാണ്. കാമുകിമാരുമായുള്ള ഉഭയകക്ഷി സമ്മതത്തോടെയുള്ള ലൈംഗിക ബന്ധം വിലക്കുകയോ അവരുടെ എണ്ണത്തിന് പരിധി നിശ്ചയിക്കുകയോ സ്പെഷ്യൽ മാരേജ് ആക്ട് ചെയ്യുന്നില്ല. ഭർത്താക്കന്മാരുള്ളവരോ ഇല്ലാത്തവരോ ആയ എത്രയും കാമുകിമാരെ വെച്ചുകൊണ്ടിരിക്കാൻ അനുവദിക്കുന്ന ഈ നിയമം പക്ഷേ അങ്ങനെ ബന്ധപ്പെടുന്നവർക്ക് പുരുഷനിൽ എന്തെങ്കിലും അവകാശങ്ങളുണ്ട് എന്ന് പറയുന്നില്ല. അതേസമയം ശരിയാത്താവട്ടെ കുടുംബ ബന്ധം സ്ഥാപിച്ചുകൊണ്ടുള്ളതല്ലാതെയുള്ള എല്ലാതരം ലൈംഗിക ബന്ധങ്ങളെയും വിലക്കുന്നു. അനിവാര്യമായ സാഹചര്യത്തിൽ 4 ഇണകളെ വരെ സ്വീകരിക്കുവാൻ ശരിയാത്ത് പുരുഷനെ അനുവദിക്കുന്നുണ്ട്. അങ്ങനെ സ്വീകരിക്കുന്ന ഇണകളെയെല്ലാം തുല്യമായി പരിഗണിക്കണം എന്നും നീതിയോടെ വർത്തിക്കണം എന്നും ശരിയാത്ത് നിഷ്കർഷിക്കുന്നു. ഇണകൾ എന്ന നിലയിലുള്ള പൂർണ്ണ പരിഗണന നൽകുമെന്ന് ഉറപ്പ് നൽകുകയും എല്ലാവിധ അവകാശങ്ങളും നൽകുകയും ചെയ്തുകൊണ്ടല്ലാതെയുള്ള വൈകാരിക ശാരീരിക ബന്ധങ്ങളെ ഒന്നും ശരിയാത്ത് അനുവദിക്കുന്നില്ല. 4. ഭാര്യയും മക്കളും കാമുകിയുമുള്ള ഒരാൾക്ക് അയാൾ സമ്പാദിച്ച സ്വത്ത് മുഴുവനായും വേണമെങ്കിൽ കാമുകിക്ക് മാത്രമായി ലഭിക്കുന്ന രൂപത്തിൽ ഒസ്യത്തെഴുതാൻ ഹിന്ദു സക്സഷൻ ആക്ടിൽ വ്യവസ്ഥയുണ്ട്. അങ്ങനെ തൻ്റെ മരണത്തോടെ ഇഷ്ടമില്ലാത്ത ഭാര്യയെ വഴിയാധാരമാക്കുകയും ഇഷ്ടപ്പെട്ട കാമുകിയെ മാത്രം മുഴുവൻ സ്വത്തിനും അവകാശിയാക്കി തീർക്കുകയും ചെയ്യാൻ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം വിവാഹിതനാവുന്ന ഒരാൾക്ക് സാധിക്കും. എന്നാൽ ശരിയാത്ത് പ്രകാരം ഭാര്യയ്ക്കുള്ള അനന്തരാവകാശം നിർണിതമാണ്. ഭർത്താവിന് ഇഷ്ടമുള്ളവളാണെങ്കിലും അല്ലെങ്കിലുമെല്ലാം അവളുടെ ഭർത്താവായിക്കൊണ്ടാണ് അയാൾ മരണപ്പെട്ടത് എങ്കിൽ അവൾക്കുള്ള അവകാശം ഉറപ്പായും നൽകേണ്ടതായി വരും. കാമുകിമാർക്കോ മറ്റോ അവൾക്കുള്ള അവകാശത്തെ തടയാൻ ശരിയാത്ത് പ്രകാരം വ്യവസ്ഥയൊന്നുമില്ല. 5. ഒന്നിലധികം മക്കളുള്ള ഒരാൾക്ക് വേണമെങ്കിൽ താൻ ഇഷ്ടപ്പെടുന്ന ഒരു മകനോ മകൾക്കോ മാത്രം മുഴുവൻ സമ്പാദ്യവും ലഭിക്കുന്ന രൂപത്തിൽ ഒസ്യത്തെഴുതി വെക്കാൻ ഹിന്ദു സക്സഷൻ ആക്ട് പ്രകാരം കഴിയും. അങ്ങനെയാകുമ്പോൾ ആ മകനോ മകൾക്കോ മാത്രമായിരിക്കും മുഴുവൻ സ്വത്തിലും അവകാശം ലഭിക്കുക. മറ്റുള്ള മക്കളെയും ഭാര്യയെയും മാതാപിതാക്കളെയും എല്ലാം വഴിയാധാരമാക്കുവാൻ ഇതുവഴി സാധിക്കും. തൻ്റെ സ്വത്തിൻ്റെ 1/3 മാത്രമാണ് ശരിയാത്ത് പ്രകാരം ഒരാൾക്ക് ഒസ്യത്തായി നൽകാൻ കഴിയുക. അനന്തരാവകാശികൾക്ക് ഒസ്യത്തില്ല എന്നാണ് ശരിയാത്ത് നിയമം. മകനോ മകൾക്കോ ഭാര്യയ്ക്കോ മാതാപിതാക്കൾക്കോ വേണ്ടി ഒസ്യത്തെഴുതിയാൽ അത് ശരിയാത്ത് നിയമപ്രകാരം സാധുവാവുകയില്ല. അനന്തരാവകാശികളായി നിശ്ചയിക്കപ്പെട്ടവരല്ലാത്ത തൻ്റെ സഹായം ആവശ്യമുള്ള മറ്റുള്ളവർക്കായുള്ളതാണ് ശരിയാത്ത് പ്രകാരമുള്ള വസിയത്ത്. ഒരാൾ ഒസ്യത്തെഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് പ്രകാരമുള്ള 1/3 ഒഴിച്ച്
ബാക്കി 2/3 അനന്തരാവകാശികൾക്കിടയിൽ തന്നെ വീതിക്കണം എന്നാണ് ശരിയാത്തിൻ്റെ അനുശാസന. ഇഷ്ടപ്പെട്ടവരാണെങ്കിലും അല്ലെങ്കിലും മക്കൾക്കിടയിൽ അനന്തരസ്വത്ത് വീതിക്കപ്പെടുക ഒരുപോലെയായിരിക്കും. 6. സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം വിവാഹിതരാവുന്ന പുരുഷനും സ്ത്രീക്കും തങ്ങളുടെ സമ്പാദ്യത്തിൽ നിന്നൊന്നും തന്നെ പിതാക്കൾക്ക് ലഭിക്കാതെ സംരക്ഷിക്കാൻ കഴിയും. ഹിന്ദു സക്സഷൻ ആക്ട് പ്രകാരം പിതാക്കൾ മക്കളുടെ സമ്പാദ്യങ്ങൾക്ക് നേർക്കുനേരെ അവകാശികളാവുന്നില്ല. മരിച്ചയാൾക്ക് മക്കളും ഭാര്യയും മാതാവും ഒന്നും ഇല്ലെങ്കിൽ മാത്രമാണ് പിതാക്കൾക്ക് അനന്തരാവകാശമുണ്ടാവുക. സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം വിവാഹിതരാവുന്നയാൾ മരണപ്പെട്ടാൽ വൃദ്ധനായ അയാളുടെ പിതാവ് വഴിയാധാരമാവുകയാണ് ചെയ്യുക. അതേസമയം ശരിയാത്ത് പ്രകാരം പിതാക്കൾക്ക് കൃത്യവും നിർണിതവുമായ അവകാശമുണ്ട്. മാതാപിതാക്കൾക്കും ഇണകൾക്കുമുള്ള നിർണിതമായ അവകാശം മാറ്റിവെച്ച ശേഷമാണ് മക്കൾക്ക് അനന്തരസ്വത്ത് വീതിക്കേണ്ടത് എന്നാണ് ശരിയാത്തിലെ നിഷ്കർഷ. തങ്ങൾക്ക് ഇഷ്ടമുള്ളവരാണെങ്കിലും ഇല്ലാത്തവരാണെങ്കിലും മാതാപിതാക്കൾക്ക് മക്കളുടെ സ്വത്തിൽ നിർണിതമായ അവകാശമുണ്ട് എന്നാണ് ശരിയാത്ത് നിയമം വിധിക്കുന്നത്. ശരിയാത്ത് നിയമപ്രകാരം വിവാഹിതരാകുന്നവരുടെ അനന്തരാവകാശികളിൽ ഒന്നാമത്തെ ആളുകൾ മാതാപിതാക്കളാണ്. അവരുടെ അവകാശം നൽകാതിരിക്കാൻ ഒരു കാരണവശാലും കഴിയുകയില്ല. വൃദ്ധരെ വഴിയാധാരമാക്കുകയോ മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടിക്കുകയോ ചെയ്യുന്നില്ല ശരിയാത്ത് നിയമം. 7. ഭർത്താവ് ഭാര്യയ്ക്ക് നൽകുന്ന സമ്മാനങ്ങളുടെയും സ്വത്തുക്കളുടെയും എല്ലാം ആത്യന്തികമായ അവകാശം അയാൾക്കും അയാളുടെ കുടുംബത്തിനുമാക്കി തീർക്കാൻ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം വിവാഹിതനാവുന്ന ഒരാൾക്ക് കഴിയും. ഹിന്ദു സക്സഷൻ ആക്ട് പ്രകാരം മക്കളില്ലാത്ത വിധവ മരണപ്പെട്ടാൽ അവർക്ക് ഭർത്താവ് നൽകിയ സ്വത്തുക്കളുടെയും സമ്മാനങ്ങളുടെയും എല്ലാം അവകാശം ഭർത്താവിൻ്റെ മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കുമാണ്. മരണപ്പെട്ടയാളുടെ മാതാപിതാക്കൾക്കോ സഹോദരങ്ങൾക്കോ ആ സ്വത്തിൽ യാതൊരു അവകാശവും ഉണ്ടാവുകയില്ല. ശരിയാത്തിൻ്റെ വിധി മറ്റൊന്നാണ്. ഭർത്താവ് ഭാര്യയ്ക്ക് നൽകുന്ന സമ്മാനങ്ങളുടെയും സ്വത്തുക്കളുടെയും എല്ലാം അവകാശം അവൾക്ക് മാത്രമാണ് എന്നാണ് ശരിയാത്തിൻ്റെ വിധി. നൽകുന്നതോടെ അവ അവളുടേത് മാത്രമായി തീരുന്നു. അവളുടേതായിത്തീർന്ന ആ സമ്പത്ത് മറ്റുള്ള അവളുടെ സ്വത്തുക്കളോടൊപ്പം അവളുടെ മരണശേഷം വീതിക്കേണ്ടത് അവളുടെ അനന്തരാവകാശികൾക്കാണ്. മക്കളില്ലെങ്കിൽ അത് ലഭിക്കുക മാതാപിതാക്കൾക്ക് മാത്രമാണ്. അവർ ജീവിച്ചിരിപ്പില്ലെങ്കിൽ അതിൻ്റെ അവകാശം മരിച്ചയാളുടെ സഹോദരങ്ങൾക്കായിരിക്കുമെന്നാണ് ശരിയാത്തിൻ്റെ വിധി. ഭർത്താവിൻ്റെ ബന്ധുക്കൾക്കൊന്നും അവളുടെ സ്വത്തിൽ യാതൊരുവിധ അനന്തരാവകാശവും ശരിയാത്ത് നൽകുന്നില്ല. 8. മരണപ്പെട്ടയാളുടെ ഒസ്യത്ത് പ്രകാരമുള്ള സ്വത്തുക്കൾ നൽകിയ ശേഷം ബാക്കിയുള്ള സമ്പത്ത് തുല്യമായി വീതിച്ച് അവകാശികൾക്ക് നൽകുക എന്നതാണ് ഹിന്ദു സക്സഷൻ ആക്ടിൻ്റെ രീതി. മാതാവിനും ഭാര്യയ്ക്കും മക്കൾക്കുമെല്ലാം ലഭിക്കുന്ന സ്വത്ത് തുല്യമായിരിക്കും. മരണം വഴി ഉണ്ടാവുന്ന ഉത്തരവാദിത്തങ്ങളെയോ ദുരിതങ്ങളെയോ പരിഗണിക്കാത്ത രീതിയിലാണിത്. മകൻ്റെ മരണം മൂലം ഏറ്റവും അധികം ദുരിതമനുഭവിക്കുകയും ബാധ്യതകൾ ഏറ്റെടുക്കേണ്ടി വരികയും ചെയ്യുന്ന പിതാവിനെ അത് തീരെ പരിഗണിക്കുന്നില്ല. മാതാവിനെയും ഭാര്യയെയും മക്കൾ ഓരോരുത്തരെയും ഒരേ രീതിയിലാണ് അത് പരിഗണിക്കുന്നത്. മക്കളുടെ എണ്ണക്കൂടുതലിനനുസരിച്ച് ഭാര്യയ്ക്കും മാതാവിനും ലഭിക്കുന്ന അവകാശത്തിൽ കുറവ് സംഭവിക്കുകയും ചെയ്യും. ഇതിന് വിരുദ്ധമാണ് ശരിയാത്ത് നിയമം. മരണപ്പെട്ടയാളുമായുള്ള ബന്ധം, മരണം വഴി ഉണ്ടാകുന്ന ഉത്തരവാദിത്തങ്ങൾ എന്നിവ പരിഗണിച്ചുകൊണ്ടാണ് ശരിയാത്ത് അനന്തരാവകാശികൾക്കുള്ള വിഹിതം നിശ്ചയിക്കുന്നത്. നേർക്കുനേരെയുള്ള അവകാശികൾക്ക് തന്നെ വ്യത്യസ്ത അനുപാതത്തിലുള്ള വിഹിതം ലഭിക്കുന്നത് അതുകൊണ്ടാണ്. മാതാപിതാക്കൾക്കും ഭാര്യയ്ക്കുമുള്ള വിഹിതം എപ്പോഴും കൃത്യമായിരിക്കും. മക്കളുടെ എണ്ണക്കൂടുതലോ കുറവോ ആ വിഹിതത്തെ ബാധിക്കുകയില്ല. മരണത്തോടെ അയാളുടെ പെൺകുട്ടികളെയും ഭാര്യയെയും വിധവയും മറ്റു ആൺമക്കളില്ലാത്തയാളുമാണെങ്കിൽ മാതാവിനെയും സംരക്ഷിക്കേണ്ടത് മരിച്ചയാളുടെ ആൺമക്കളുടെ ഉത്തരവാദിത്തമായതിനാൽ അത്തരം ഉത്തരവാദിത്തങ്ങളൊന്നുമില്ലാത്ത പെൺകുട്ടികൾക്കുള്ളതിൻ്റെ ഇരട്ടി അവകാശം അവർക്ക് ലഭിക്കും. സാമ്പത്തികമായ ഉത്തരവാദിത്തങ്ങളൊന്നും സ്ത്രീയെ ഏൽപ്പിക്കാത്തതുകൊണ്ടുള്ളതാണ് സ്വത്തവകാശത്തിലെ ഈ വ്യത്യാസം. എത്ര സാമ്പത്തിക ശേഷിയുള്ളവളാണെങ്കിലും മാതൃത്വം എന്ന വലിയ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ട സ്ത്രീയെ കുടുംബസന്ധാരണത്തിൻ്റെ ബാധ്യത ഏൽപ്പിച്ച് പ്രയാസപ്പെടുത്തരുത് എന്നാണ് ശരിയാത്തിൻ്റെ അനുശാസന. മുകളിൽ പറഞ്ഞ രൂപത്തിൽ ശരിയാത്ത് അനുസരിക്കാതെയാണ് ഒരാൾക്ക് ജീവിക്കേണ്ടത് എങ്കിൽ അതിനുള്ള എല്ലാ മാർഗവും ഇന്ത്യൻ ഭരണഘടന തുറന്നിടുന്നുണ്ട്. ശരിയാത്ത് അനുസരിച്ച് ജീവിക്കുവാനുള്ള മറ്റുള്ളവരുടെ അവകാശത്തെ ചോദ്യം ചെയ്യാതെ ആ മാർഗങ്ങൾ സ്വീകരിക്കുകയാണ് അവർ ചെയ്യേണ്ടത്.